അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ മാസം 26-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കല്ലാർ, കാന്തല്ലൂർ PHCകൾക്കായി പണി കഴിപ്പിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 26-ന് നടക്കുമെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA അടിമാലിയിൽ പറഞ്ഞു. ഈ മാസം 26-ന് വൈകിട്ട് 4-നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ക്രമീകരിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാത്ത് ലാബ് CCU യൂണിറ്റിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും 1-2 നിലകളാണ് OP ബ്ലോക്കിനു വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കല്ലാർ, കാന്തല്ലൂർ PHCകൾക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 26-ന് നടത്തുമെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA അടിമാലിയിൽ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം വേണമെന്നുള്ളത് ദീർഘനാളത്തെ ആവശ്യമാണ്. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ 12.5 കോടി രൂപയുടെ പുതിയ ബിൽഡിംഗാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം കല്ലാർ വട്ടയാറിലുള്ള PHC അതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും കാന്തല്ലൂർ PHCയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയാണ്. 6 മാസം മുമ്പ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ OP വിഭാഗം പ്രവർത്തിച്ചു വരുന്നത്. പുതിയ സ്ഥല സൗകര്യമൊരുക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ കാത്ത് ലാബ്, CCU യൂണിറ്റ്, എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത്. ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 1-ാം നിലയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, 2-ാം നിലയിൽ പീഡിയാട്രിക്സ്, ഒഫ്താൽമോളജി, ഡെന്റൽ, ENT, ജനറൽ OP, ഫീവർ ക്ലിനിക്ക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി.